ലേണേഴ്സ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലം സെക്ഷൻസാണ് നമ്മളിപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലം നിങ്ങൾക്ക് ഹോംവർക്കുമായിട്ട് ചെയ്യാൻ തരാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിലെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റഫായിട്ട് വരയ്ക്കുകയാണ്. ഒരു സർക്കിൾ വേണം. ഈ സർക്കിളിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷെ നിങ്ങൾ വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ഒരു വേർട്ടെക്സ് എവിടെയായിരിക്കണം? സർക്കിളിലായിരിക്കണം. സെൻറ്റർ സി എന്ന് അടയാളപ്പെടുത്തി. ആൻഡ് രണ്ട് വേർട്ടെക്സുകൾ എവിടെയായിരിക്കണം? സർക്കിളിൻ്റെ മുകളിലായിരിക്കണം. അപ്പോൾ ഇവിടെ എയും ഇത് ബിയും കൊടുത്തു കേട്ടോ. അപ്പം ഒരു വേർട്ടെക്സ് സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കും. വേർട്ടെക്സ് അല്ലെങ്കിൽ മൂല സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കണം. ബാക്കി രണ്ട് വേർട്ടെക്സുകൾ എവിടെയായിരിക്കണം? ബാക്കി രണ്ട് വേർട്ടെക്സ് എവിടെ വരേണ്ടത്? അത് സർക്കിളിൻ്റെ മുകളിലാണ് വരേണ്ടത്. എവിടെ വരേണ്ടത്? സർക്കിളിൻ്റെ മുകളിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ 3 വേർട്ടെക്സും എവിടെ വരണം? അല്ലെങ്കിൽ 3 മൂലകൾ എവിടെ വരണം? സർക്കിളിൻ്റെ മുകളിൽ വരണം. സർക്കിളിൻ്റെ മുകളിൽ വരണം. ആ രീതിയിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. വരയ്ക്കുന്നത് എങ്ങനെയാണ് തൊട്ട് പിന്നാലെ ഇതിൻ്റെ ശേഷം കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം. ആദ്യം ഒരു സർക്കിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ്, പ്രത്യേകിച്ച് നമ്മൾ റേഡിയസ് ഇന്ന സർക്കിൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര സെൻറ്റിമീറ്റർ ആരമുള്ള സർക്കിളാണ് വരയ്ക്കേണ്ടത്, വൃത്തമാണ് വരയ്ക്കേണ്ടതെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ്, ഞാനിവിടെ ഒരു റേഡിയസ് ഉള്ള സർക്കിൾ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാം. കോമ്പസ് ഉപയോഗിച്ച് വരച്ചതിന് ശേഷം അതിൽ നിങ്ങൾ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്, ഇവിടെ സെൻറ്റർ സി ഉണ്ട്, കുറച്ച് എളുപ്പത്തിൽ താഴത്തായിട്ട് ഏതെങ്കിലും സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. എയും ബി, ഇഷ്ടമുള്ള ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. ആ പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ആ പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ആ സ്ട്രൈറ്റ് ലൈൻ എന്ത് ചെയ്താൽ മതി? ഒരു സെൻറ്റർ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സെൻറ്ററിലോട്ടും ബി എന്ന് പറയുന്ന സെൻറ്ററിലോട്ടും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ABC എന്ന് പറയുന്ന ഫസ്റ്റ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷനുള്ള ട്രയാങ്കിൾ കിട്ടും. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? 2 സൈഡ് സർക്കിൾ, 2 വേർട്ടെക്സുകൾ, 2 മൂലകൾ സർക്കിളിലായിരിക്കണം. ഒരു വേർട്ടെക്സ് എവിടെ ആയിരിക്കണം? സർക്കിളിൻ്റെ സെൻറ്ററിലായിരിക്കണം. കറക്റ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് വേണ്ടത്, ശ്രദ്ധിക്കുക, അടുത്ത് നമുക്ക് വേണ്ടത് ഈ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ളതും ഈ ട്രയാങ്കിളിൻ്റെ അതേ എത്രയാ ഏരിയ എന്നൊന്നും നമുക്കറിയില്ല, എത്രയാ പരപ്പളവെന്നൊന്നും നമുക്കറിയില്ല. ഇതേ ഏരിയ ഉള്ളതും എന്നാൽ ഏരിയയിൽ 3 വേർട്ടെക്സും 3 മൂലകളും സർക്കിളിൽ വരണം. ഇവിടെ ഒരു മൂല സർക്കിളിൻ്റെ സെൻറ്ററിലാണ്, അങ്ങനെയല്ല. ഇങ്ങനെ 3 മൂലകളും ഇതേപോലെ സർക്കിളിൽ വരുന്ന രീതിയിൽ ഏരിയയിൽ മാറ്റം വരാതെ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, AB എന്ന് പറയുന്ന സൈഡ് കണ്ടില്ലേ? ഈ AB എന്ന് പറയുന്ന സൈഡിന് പാരലറായിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. പാരലറായിട്ട് സിയിലൂടെ, നമ്മൾ സാധാരണ വെച്ച് വരയ്ക്കാൻ അറിയില്ലേ? സെറ്റ് സ്ക്വയറും പൊട്ടാക്ടറൊക്കെ വെച്ച് വരയ്ക്കാൻ അറിയില്ലേ? ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ ഇതിലിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം സി വരെ എന്ത് ചെയ്യുക? ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലേ? സി വരെ എക്സ്റ്റെൻഡ് ചെയ്ത രീതിയിൽ വേണം വരയ്ക്കാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഈ സി എന്ന് പറയുന്ന രേഖയിലൂടെ, സി എന്ന് പറയുന്ന പോയിന്റിലൂടെ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ABക്ക് പാരലറായിട്ട് ഞാൻ ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതെന്ന് പറയുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും, സംശയമൊന്നുമില്ല. സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്, ഡയമീറ്റർ ആയിരിക്കും. നമ്മളൊരു PQ എന്ന് പേര് എടുത്തു, PQ. ഇപ്പം ABയും PQയും പാരലൽ ലൈൻസ് ആണ്, സമാന്തര രേഖകളാണ് അല്ലേ? ഇനി നമ്മൾ എന്തെടുത്താൽ മതി? 3 മൂലകളും വൃത്തത്തിൽ വരുന്ന രീതിയിൽ, സർക്കിളിൽ വരുന്ന രീതിയിൽ ഇതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ എടുത്താൽ പോരെ? ഇതേ ബേസും ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റിൽ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ മാറ്റം വരില്ല എന്നൊക്കെ ഫസ്റ്റ് കൺസെപ്റ്റിൽ നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് P കൊടുക്കാം, Q കൊടുക്കാം. സർക്കിളിൽ വേണ്ടതുകൊണ്ട് P കൊടുക്കാം, Q കൊടുക്കാം. നമുക്ക് ആദ്യം ഞാൻ P എടുത്തു. ഈ Pയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ബിയിലോട്ടൊരു ലൈനും Pയിൽ നിന്ന് എയിലോട്ടൊരു ലൈനും വരച്ചു. ഇപ്പോൾ നോക്കൂ, APB ട്രയാങ്കിൾ, APB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ APB എന്ന് പറഞ്ഞ റെഡ് ട്രയാങ്കിളിനും ACB എന്ന് പറയുന്ന ഈ ബ്ലാക്കിൽ വരച്ച ട്രയാങ്കിളിൻ്റെയും ഏരിയ സെയിം ആയിരിക്കുമല്ലോ. ബേസ് സെയിം ആണ്. ഹൈറ്റ് എന്ന് പറയുന്ന 2 പാരലൽ ലൈൻസിനിടയിലായതുകൊണ്ട് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. വേണം ഒന്നുകൂടി വരയ്ക്കാം ഇതേപോലെ തന്നെ. എവിടുന്ന്? എന്ന് Qയിലോട്ടും വരയ്ക്കാം, എന്ന് Bയിലോട്ടും വരയ്ക്കാം. നമ്മളോട് ഒന്നേ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ രീതിയിലാണ് ഈ ചോദ്യം ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതെന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 12. പേജ് നമ്പർ 12-ലെ
തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. പേജ് നമ്പർ 12 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ച് നോക്കുക. 9th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. പരപ്പളവ് എന്ന പാഠത്തിലെ ആശയങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൽ പേജ് നമ്പർ 12 12 ക്വസ്റ്റ്യൻ നമ്പർ 3 ഒന്ന് ശ്രദ്ധിക്കാം. ഡ്രോ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് വൺ വെർട്ടെക്സ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദി അതർ ടു ഓൺ ദി സർക്കിൾ. Draw another triangle of the same area with all three vertices on the circle. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു ത്രികോണം വരയ്ക്കണം. പക്ഷെ ആ ത്രികോണത്തിന്റെ ഒരു മൂല അല്ലെങ്കിൽ ഒരു വേർട്ടെക്സ് എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആയിരിക്കണം. അതിനുശേഷം 3 വശങ്ങളും സർക്കിളിൽ വരുന്ന രീതിയിൽ മറ്റൊരു ത്രികോണം വരയ്ക്കണം. ആദ്യത്തെ ത്രികോണത്തിന്റെ അതേ ഏരിയ ഉള്ളത്, പരപ്പളവുള്ളത്. അപ്പം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ? സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഏതാണ് നമുക്ക് അടയാളപ്പെടുത്താം? സെന്റർ സി. ഈ സെന്റർ വരുന്ന രീതിയിൽ, സെന്റർ ഒരു വേർട്ടെക്സ് ആയിട്ട്, ഒരു ശീർഷമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഒരു ത്രികോണം വരയ്ക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വൃത്തം വരയ്ക്കാം കേട്ടോ. കുഴപ്പം സർക്കിൾ വരയ്ക്കാം, അതൊന്നും പ്രശ്നമില്ല. നമ്മൾ പ്രത്യേകിച്ച് അളവുകൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഏതെങ്കിലും ഒരു കോഡ് ഞാൻ ഉപയോഗിച്ചിട്ട് വൃത്തത്തിന്റെ സെന്ററുമായി കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് വരച്ചു? ഒരു ട്രയാങ്കിൾ വരച്ചു. ഇതിന്റെ പേര് കൊടുക്കാം എ ബി. ഇത് സി എന്നല്ല, സി. ഇനി ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് എ ബി എന്ന് പറഞ്ഞാൽ ഒരു കോഡാണ് അല്ലേ? സർക്കിളിലെ അല്ലെ വൃത്തത്തിലെ ഒരു കോഡാണ്, ഞാനാണ്. ഈ വൃത്തത്തിലെ വൃത്തത്തിലെ ത്രികോണ എ ബി സി എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ള, അതേ ഏരിയയുള്ള മറ്റൊരു ത്രികോണം വരയ്ക്കണം. പക്ഷേ ഈ ത്രികോണത്തിന്റെ നോക്കൂ, ഒരു വേർട്ടെക്സ് അല്ലെങ്കിൽ ഒരു ശീർഷം എന്ന് പറയുന്ന വൃത്തത്തിന്റെ കേന്ദ്രമാണ്. പക്ഷെ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ത്രികോണത്തിന്റെ 3 ശീർഷങ്ങളും അല്ലെങ്കിൽ 3 വേർട്ടെക്സും എവിടെ വരണം? വൃത്തത്തിൽ വരണം. അതായത് വൃത്തത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ വരണം, കേന്ദ്രത്തിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ആദ്യം എ ബിക്ക് സമാന്തരമായിട്ട് സിയിലൂടെ ഒരു വര വരയ്ക്കാം അല്ലെ? എ ബിക്ക് സമാന്തരമായിട്ട് സിയിലൂടെ ഒരു വര വരയ്ക്കാം. ഇങ്ങനെ നീട്ടിയിട്ട് സി അല്ലേ? വര വരച്ചു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഏറ്റവും ആദ്യം പഠിച്ച ആശയപ്രകാരം എ ബി പാദമായിട്ടും 3ാമത്തെ മൂല ഈ വരയിലും വരുന്ന രീതിയിൽ വരയ്ക്കുന്ന ഏതൊരു ത്രികോണത്തിന്റെയും പരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറഞ്ഞ ഈ ത്രികോണത്തിന്റെ ഏരിയക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം 3 ത്രികോണം വരുന്നതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം, വൃത്തത്തിൽ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ മൂല എടുക്കാം. ഞാൻ ഇവിടെ എടുത്തു എ ബി ഡി. അപ്പോൾ നോക്കൂ, അതിനുശേഷം എയും ഡിയും തമ്മിൽ യോജിപ്പിക്കാം. അതേപോലെ തന്നെ ഡിയും തമ്മിലും യോജിപ്പിക്കാം. ഇപ്പോൾ നോക്കൂ, 2 ത്രികോണങ്ങൾ കിട്ടി. 1ാമത്തെ ത്രികോണത്തിന്റെ അതേ പരപ്പളവല്ലേ 2ാമത്തെ ത്രികോണത്തിനുള്ളൂ. കാരണം ഉയരങ്ങൾ തുല്യമാണ്, പാദങ്ങളും തുല്യമാണ്, അല്ലെങ്കിൽ ഏരിയയും അല്ലെങ്കിൽ പരപ്പളവും തുല്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താ? 1ാമത്തെ ത്രികോണത്തിന്റെ 2 മൂലകൾ വൃത്തത്തിലും ഒരു മൂല വൃത്തത്തിന്റെ കേന്ദ്രവുമാണ്. 2 വേർട്ടെക്സ് സർക്കിളിലും ഒരു വേർട്ടെക്സ് കിടക്കുന്നത് സെന്ററിലുമാണ്. 2ാമത്തെ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? 3 വേർട്ടെക്സും എയും ബിയും ഡിയും കിടക്കുന്ന എവിടെയാണ്? സർക്കിളിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ചോദ്യം ചെയ്യുക കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീട്ടിൽ നിന്ന്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ തൊട്ട് മുമ്പ് വായിച്ചിട്ടുണ്ടാവും. ഏതാണ്? പേജ് നമ്പർ 12 5th ക്വസ്റ്റ്യൻ കേട്ടോ. പേജ് നമ്പർ 12 5th ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, അതിൽ പറയുന്ന പ്രകാരം ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ കാണിച്ചിട്ടുള്ളൂ. മലയാളം മീഡിയംകാർ ആ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു പിക്ചർ അവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഞാൻ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, എ ബി സി. അത് ചിത്രത്തിൽ ഉണ്ടായിക്കോളുന്നില്ല, ഞാനൊരു പേര് കൊടുത്താൽ കേട്ടോ, എ ബി സി. ഇനി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സൈഡും എ ബി എന്ന് പറയുന്ന സൈഡും ഇവിടെ ഒരു പേര് കൊടുക്കാം, പി ക്യു ആർ. എ ബി എന്ന് പറയുന്ന സൈഡും അതേപോലെ തന്നെ പി ആർ എന്ന് പറയുന്ന സൈഡും പാരലൽ ലൈൻസ് ആണ്. അടുത്ത പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബി സി എന്ന് പറയുന്ന സൈഡും പി ക്യു എന്ന് പറയുന്നത് എന്താണ്? സമാന്തര രേഖകളാണ് അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണ്. അതേപോലെ 3ാമത്തെ സൈഡ് ഏതാ പറഞ്ഞിരിക്കുന്നത്? എ ബി കഴിഞ്ഞു, പി ക്യു, പിന്നെതാ
എ സി എന്ന് പറയുന്ന സൈഡും അതേപോലെ തന്നെ എ സിക്ക് പാരലൽ ആയിട്ട് സൈഡ് ഉണ്ടല്ലോ, ഏതാണ് ക്യു ആർ. ഏതാണ് ക്യു ആർ. അപ്പൊ പാരലൽ ആയ സൈഡ്സ് ഞാൻ ഇവിടെ നിന്ന് എഴുതാം. എ ബി ഈസ് പാരലൽ ടു, അല്ലെങ്കിൽ സമാന്തരമാണ്, എ ബിക്ക് സമാന്തരമായത് പി ആർ. ഒന്നാമത്തെ കണ്ടീഷൻ അത് തന്നിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതുന്നത്. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, ബി സി ഈസ് പാരലൽ ടു പി ക്യു. ബി സി പാരലൽ ടു പി ക്യു. അടുത്തതാണ് എ സി ഈസ് പാരലൽ ടു ക്യു ആർ. എ സി പാരലൽ ടു ക്യു ആർ. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൽ ഏതെല്ലാം ട്രയാങ്കിൾസ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എളുപ്പം അറിയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരേ ഏരിയക്ക്, ഇതെല്ലാം ഞാൻ എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് ചെയ്യാനുള്ള വഴി മാത്രമാണ് പറയുന്നത്. 2 പാരലൽ ലൈൻസിനിടയിൽ ഒരേ ബേസും ഒരേ ബേസിലുള്ള ട്രയാങ്കിൾസിന്റെ എല്ലാം ഏരിയ ഈക്വൽ ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 പാരലൽ ലൈൻസ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഫസ്റ്റ് 2 പാരലൽ ലൈൻസ് എടുക്കുകയാണ്, എ ബിയും പി ആറും. എ ബിയും പി ആർ, പി ആർ ബേസ് ആക്കി എടുക്കുക കേട്ടോ, പി ആർ ബേസ്. അപ്പോൾ പി ആർ ബേസ് ആകുമ്പോഴുള്ള ട്രയാങ്കിൾ ആണ് പി ആർ ക്യൂ. കിട്ടുന്നുണ്ടല്ലോ, ട്രയാങ്കിൾ പി ആർ ക്യൂ. ട്രയാങ്കിൾ പി ആർ ക്യൂ പോലെ തന്നെ അതേ ബേസ് ദാ പി ആർ ക്യൂ. ഇത് 2 പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ റെഡ് മാർക്ക് ചെയ്ത ട്രയാങ്കിൾ പി ആർ ബേസും അതേപോലെ തന്നെ എ ബിയിൽ അടുത്ത പാരലലായ ലൈനാണ് എ ബി. എ ബിയിലെ 3ാമത്തെ വേർട്ടെക്സ് അല്ലെങ്കിൽ 3ാമത്തെ ശീർഷം വരുന്ന രീതിയിൽ വേറെയും കുറേ ട്രയാങ്കിൾസ് ഇതിലില്ലേ. വേണമെങ്കിൽ ഇത് നോക്കി നോക്കൂ, പി ബി ആർ. പി ബി ആർ അതെന്ന് പറയുന്നത് എന്താ, പി ആർ തന്നെയാണ് ബേസ്, ഇതേ സമാന്തര രേഖയിൽ അല്ലെങ്കിൽ പാരലൽ ലൈനിൽ തന്നെയാണ് അതിൻ്റെയും എൻഡ് പോയിന്റ്. അപ്പോൾ ഏതാണ് പറയാൻ പറ്റുക, ട്രയാങ്കിൾ പി ബി ആർ. ട്രയാങ്കിൾ പി ബി ആർ. അത് നോക്ക്, ഇതേപോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്, ശരിയല്ലേ. ഇത് രണ്ടിനും ഒരേ ഏരിയ ആണ്, കാരണം രണ്ടിൻ്റെയും ബേസ് സെയിം ആണ്. 2 സമാന്തര രേഖകൾക്കിടയിൽ പാരലൽ ലൈൻസിനിടയിലുള്ള ട്രയാങ്കിൾസ് ആണ്. ഇതിൽ തന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, പി ആർ. അടുത്തതാ എ വെച്ചിട്ട് പറഞ്ഞൂടെ, ഇങ്ങനെ പറഞ്ഞൂടെ, ആർ എ പി. ബേസ് പി എ നോക്കൂ, ബേസ് എന്ന് പറയുന്നത് പി ആർ ആണ്, 3ാമത്തേത് എവിടെയാണ്, എ ആണ്. അപ്പോൾ ഏതാണ് ട്രയാങ്കിൾ പി ആർ എ അല്ലേ, പി ആർ എ. ട്രയാങ്കിൾ പി ആർ എ അല്ലേ, 3 ട്രയാങ്കിൾസ്. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഫസ്റ്റത്തെ 3 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആണ്, നമുക്ക് കിട്ടി. ഇതേപോലെ നിങ്ങൾ അടുത്ത പാരലൽ ലൈൻസ് എടുക്കുക. ഏതൊക്കെ അടുത്ത പാരലൽ ലൈൻസ് നമ്മൾ പഠിച്ചത്, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കഴിഞ്ഞു. അടുത്ത ബി സി ഈസ് പാരലൽ ടു പി ക്യു. ബി സി ഈസ് പാരലൽ ടു പി ക്യു. ഏതാണ് ബി സി, ബി സി ഈസ് പാരലൽ ടു പി ക്യു. അപ്പോൾ ഇനി പി ക്യു ഇങ്ങനെ പി ക്യു ആർ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഓക്കെ, നോക്കാം. ട്രയാങ്കിൾ പി ക്യു ആർ. അടുത്ത ട്രയാങ്കിൾ ഏതാ, പി ക്യു ആർ പോലത്തെ അടുത്ത ട്രയാങ്കിൾ ഏതാ ഉള്ളത്, പി ക്യു ബേസ് ആയിട്ടും ഈ സി ബി സി എന്ന് പറയുന്ന ഇത് ഈ പി ക്യുക്ക് സമാന്തരമായ രേഖയിലും വരുന്ന എല്ലാ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ ഏതാ പി ക്യു, അടുത്തതാ കേട്ടോ, പി ക്യു ബേസും പിന്നെ ഇങ്ങനെ പോയിട്ട് ബിയിൽ. അപ്പോൾ ഏതാ ട്രയാങ്കിൾ ഏതാ പറയുക, പി ക്യു ബി. ട്രയാങ്കിൾ പി ക്യു ബി. അടുത്ത് ഈ ബിയിലുണ്ടെങ്കിൽ ഇപ്പുറത്തുണ്ടല്ലോ പി ക്യു സി. ഇതാണ് ട്രയാങ്കിൾ പി ക്യു സി. നമുക്ക് എല്ലാത്തിൻ്റെയും ബേസ് പി ക്യു ആണ് അല്ലേ, എല്ലാത്തിൻ്റെയും ബേസ് പി ക്യു കേട്ടോ. ബാക്കി 3ാമത്തെ ശീർഷത്തിനെ മാറ്റുള്ളൂ. ഒക്കെ എന്താണ്, ഇതിന് പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് പി ക്യുവിന് സമാന്തരമായിട്ടുള്ള ഒരു രേഖയിലാണ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലെ 3ാമത്തെ നമുക്ക് ചെയ്യാം. 3ാമത്തെ ഒരേ ഏരിയയിലുള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണ് വരുന്നത്, ഒരേ ഏരിയയിലുള്ള ട്രയാങ്കിൾസ് 3ാമത്തെ നമുക്ക് ഏതൊക്കെയാണ് പറയാൻ പറ്റുക. 3ാമത്തെ ഏതാണ്, ഇതാണ്. ഇപ്പോൾ 2 കഴിഞ്ഞ് ഈ 3ാമത്തെ എ സി ഈസ് പാരലൽ ടു ആർ ക്യു ആർ. എ സി ഏതാ, എ സി എന്ന് പറയുന്നത് എ സി ഈസ് പാരലൽ ടു ക്യു ആർ. അപ്പോൾ ഏതാ ക്യു ആർ പി. ഏതാണ് ട്രയാങ്കിൾ ക്യു ആർ പി. ക്യു ആർ പിക്ക് ഈക്വൽ ആയിട്ടുള്ള വേറെ ക്യു ആർ ബേസും ഇതിന് സമാന്തരമായിട്ട് പാരലൽ ആയിട്ടുള്ള ഈ ലൈനിൽ വേറൊരു ട്രയാങ്കിൾ ഏതാ പറയാൻ പറ്റുക, ക്യു സി ആർ. ഏതാണ് ട്രയാങ്കിൾ ക്യു സി ആർ. അടുത്ത ഏതാ പറയാൻ പറ്റുക, ആർ ക്യു എ. ഏതാണ് ആർ ക്യു, യെസ് ആർ ക്യു എ. ട്രയാങ്കിൾ ആർ ക്യു എ. ഇപ്പൊ ഈ 3 കണ്ടീഷൻ വെച്ചിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, ഇനിയും ഉണ്ടാവും. നോക്ക്, എ ബി എന്ന് പറയുന്ന പാരലൽ ആയിട്ട് സമാന്തര രേഖയിൽ വരുന്ന 2 ട്രയാങ്കിൾസ് നമുക്ക് പറയാൻ പറ്റുമല്ലോ, എ പി ബിയും അതേപോലെ തന്നെ എ ആർ ബിയും. ഇത്തരത്തിൽ ഒരുപാട് ട്രയാങ്കിൾസ് ഇതിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഈ ട്രയാങ്കിൾ ഇത് മാത്രമല്ല, ഇനിയും കുറച്ച് കൂടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 2 സമാന്തര രേഖകൾക്കിടയിൽ 2 പാരലൽ ലൈൻസിനിടയിൽ ഒരേ ബേസും
ഒരേ ബേസ് വരുന്ന എല്ലാ ട്രയാങ്കിളിൻ്റെയും എന്തായിരിക്കും ഏരിയ ഈക്വൽ ആയിരിക്കും. കാരണം ഹൈറ്റ് സെയിം ആയിരിക്കുമല്ലോ. ബേസ് രണ്ടും സെയിം ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സമാന്തര രേഖയിലല്ലേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റും സെയിം ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ എല്ലാം ഏരിയ ഈക്വൽ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൺസെപ്റ്റ് വെച്ച് ബാക്കിയുള്ള കണക്ക് കൂടി ചെയ്തു നോക്കുക കേട്ടോ. ബാക്കിയുള്ള കണക്കല്ല, ഇതിൽ ഇനിയും ഏരിയ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. കുറച്ചെണ്ണം ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 12 ക്വസ്റ്റ്യൻ നമ്പർ 3 കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ അത് എടുത്ത് വെച്ച് നോക്കണം. ഹൗ മെനി ഡിഫറെൻറ്റ് നോൺ കോൺഗ്രുവൻറ്റ്, കോൺഗ്രുവൻറ്റ് ഈക്വൽ നോൺ ഈക്വൽ ആയിട്ടുള്ള കേട്ടോ. ഹൗ മെനി ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് 2 sides 8 centimeter and 6 centimeters and area is 12 square centimeters. What if the area is to be 24 square centimeters? ഇതിൽ ആദ്യത്തെ നമ്മൾ ചെയ്യും, രണ്ടാമത്തെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, ആദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, മലയാളം മീഡിയം ശ്രദ്ധിക്കാം. നമുക്ക് 8 സെന്റിമീറ്ററും വശങ്ങൾ 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററുമായി വരുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? ആ ത്രികോണങ്ങളുടെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കുകയും വേണം. ആ രീതിയിൽ എത്ര എണ്ണം വരയ്ക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റഫായിട്ടൊന്ന് ആലോചിക്കാം. ഏരിയ 12 വരണമെങ്കിൽ വശങ്ങൾ 8, 6 വരും വേണം. അപ്പോൾ നമുക്ക് പാദം 8 എടുത്താൽ, പാദം 8 എടുത്തു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 12 കിട്ടണമെങ്കിൽ ഉയരം എത്രയാവണം? അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം എച്ച് എടുക്കാം. അതല്ലേ 12 കിട്ടേണ്ടത്. അപ്പോൾ 8 പാദം ഉള്ളത് കൊണ്ട് ഉയരം 3 വരണം. അപ്പോഴല്ലേ 3 × 8 24, 24ന്റെ പകുതി 12 വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 8 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു വര വരയ്ക്കാം. എത്രയാണ്? 8 സെന്റിമീറ്റർ നീളത്തിൽ 8 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു. നമുക്കൊരു പേര് കൊടുക്കാം, എ ബി എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്ന് ഉയരം 3 സെന്റിമീറ്റർ ഉയരത്തിൽ നമുക്ക് ഉയരേ പാടുള്ളൂ. എങ്കിലേ 8ഉം 3ഉം 24 വരുള്ളൂ. പിന്നെ അതിന്റെ പകുതി 12 വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എ ബി എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായിട്ട് 3 സെന്റിമീറ്റർ അകലെ ഒരു വര വരയ്ക്കാം, പാരലൽ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് വരയ്ക്കാൻ പഠിച്ചില്ലേ? ആദ്യം എ ബിയോട് ഈ സെറ്റ് സ്ക്വയറിനെ ചേർത്ത് വെക്കുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ചിട്ട് 3 സെന്റിമീറ്റർ കേട്ടോ. അപ്പോൾ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് 5 വെച്ചിരിക്കുക. ഓക്കെ, 3 സെന്റിമീറ്റർ മുകളിൽ ഇങ്ങനെ 3 സെന്റിമീറ്റർ മുകളിൽ എന്ത് ചെയ്യാം? ഒരു വര വരയ്ക്കുക. ഇപ്പോൾ നോക്കൂ, മൂന്ന് സെന്റിമീറ്റർ മുകളിൽ വര വരച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൽ ഏതെങ്കിലും ഒരു അറ്റം എടുക്കാം, എയോ ബിയോ എടുക്കാം. നമുക്കിവിടെ എ എടുക്കാം. ഈ എയിൽ നിന്ന് ഒരു വശം 8 സെന്റിമീറ്റർ ആണ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 8 സെന്റിമീറ്റർ, ഒരു സൈഡ് 8 ആണ്. അടുത്ത സൈഡ് എത്ര വേണ്ടത്? 6 വേണം അല്ലേ? 6 വേണം. അങ്ങനെ 6 കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പസിൽ 6 സെന്റിമീറ്റർ അകലെ എടുക്കുക. ഓക്കെ, കോമ്പസിന് 6 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ ഈ അറ്റത്ത് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, ഒരു വൃത്തം വരയ്ക്കുകയാണ് കേട്ടോ. ഒരു വൃത്തം വരച്ചു. ഇനി ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള ദൂരത്തിലായിരിക്കും 6 സെന്റിമീറ്റർ അല്ലേ? എ അല്ലേ കേന്ദ്രമായിട്ട് എടുത്തത്. അപ്പം ഇവിടെ ഒരു പേര് കൊടുത്തു, സി എന്ന് പേരെടുക്കാം. ഇത് എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ. ഉയരം 3 അല്ലേ? 3 ആയിരിക്കുമല്ലോ, സംശയമൊന്നുമില്ല, 3 ആയിരിക്കും. നോക്കൂ, ഒരു വശം 8, മറ്റൊരു വശം 6, ഉയരം എത്രയാണ്? 3 ആണ്. അപ്പോൾ പരപ്പളവ് എത്രയേ വരുള്ളൂ? പരപ്പളവ് എത്രയേ വരുള്ളൂ? അല്ലെങ്കിൽ ഏരിയ എത്രയേ വരുള്ളൂ? 12 വരുള്ളൂ അല്ലെ? 24ന്റെ പകുതി 12 വരുള്ളൂ. ഇനി ഇങ്ങനത്തെ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം എന്നാണ് ചോദ്യം. എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാണ് ചോദ്യം. ഇതേ രീതിയിൽ നമുക്ക് ഇപ്പുറത്തും വരച്ചൂടെ? ബി കേന്ദ്രമാക്കിയും വരച്ചൂടെ? 6 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു വൃത്തം വരച്ചു. ഇതേപോലെ ഇപ്പുറത്ത് മുട്ടിക്കുന്ന ഈ ബിന്ദുവിന് നമുക്ക് എന്ത് കൊടുക്കാം? ഡി എന്ന് പേര് കൊടുക്കാം അല്ലേ? രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് അല്ലേ? 2 ത്രികോണങ്ങൾ ഇപ്പൊ നമ്മൾ വരച്ചിട്ടുണ്ട്.
പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന രണ്ട് ത്രികോണങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആണ്, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് അല്ല വേണ്ടത്, വ്യത്യസ്തങ്ങളായ എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒന്നായി പരിഗണിച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കൊരു എളുപ്പം ഒരു വഴിക്ക് എന്ത് ചെയ്താൽ മതി, ഈ വര ഒന്ന് നീട്ടുക, വര നീട്ടി ഈ വൃത്തം മുട്ടുന്നവരെ നീട്ടി കേട്ടോ. അതിനുശേഷം ഉയരം 3 സെൻറ്റിമീറ്റർ അല്ലേ പാടുള്ളൂ. അതേപോലെ മറ്റൊരു കോൺ 6 വേണം. അപ്പോൾ നമ്മൾ കോമ്പസിൽ എന്ത് ചെയ്യണം, 6 സെൻറ്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 6 എടുത്തതിന് ശേഷം ഈ അറ്റം വരെ 6 ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, യോജിപ്പിച്ചു. ബി വരെ യോജിപ്പിച്ചു. ഇപ്പൊ നോക്കൂ, വേറൊരു ത്രികോണം കിട്ടി. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഒരു വശം 6, ഒരു വശം 8, മറ്റൊരു വശം 6, ഉയരം എത്രയേ ഉള്ളൂ, 3 ഉള്ളൂ. അപ്പൊ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയേ വരുള്ളൂ, 12 സെന്റിമീറ്റർ സ്ക്വയറേ വരുള്ളൂ. അപ്പൊ എത്ര ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാം, 2 ത്രികോണങ്ങൾ ഇത്തരത്തിൽ വരയ്ക്കാൻ പറ്റും. ഇനി ഇതേ രീതി ഉപയോഗിച്ച് 24 ആണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ.